എൻ ഹൃത്തിന്റെ വീതിയിൽ ചെറിയ കവിതകൾ, ഈരടി കവിതകളും ആപ്തവാക്യങ്ങളും ഒക്കെ. ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. തനിച്ചിരുന്നു ഞാൻ തപസ്സിരണ്ടു ഞാൻ നിനച്ചതൊക്കെയും വശത്തിലാക്കുവാൻ. ഹൃത്തിന്റെ വീതിയിൽ നൃത്തമാടുന്നവൻ വിത്തമാണെങ്കിൽ അനർത്ഥങ്ങൾ വന്നിടും. എത്രയുണ്ടെങ്കിലും മാർത്തി പേരുത്തിടും പത്രങ്ങളെല്ലാം പരത്തിടും നാമവും. ഹൃത്തിന്റെ വീതിയിൽ നൃത്തമാടുന്നവൻ വിത്തമാണെങ്കിൽ അനർത്ഥങ്ങൾ വന്നിടും. എത്രയുണ്ടെങ്കിലും മാർത്തി പേരുത്തിടും പത്രങ്ങളെല്ലാം പരത്തിടും നാമവും. വചനത്തിലും വലുതു ഭോജനമായാൽ മോചനം ഉണ്ടാകില്ല. വിഭജിച്ചാൽ കാണാത്തതും ഭജിച്ചാൽ കണ്ടെത്തുന്നതുമാണ് സത്യം. ഗീത എന്ന ശാസ്ത്രം പഠിക്കുവാൻ ബുദ്ധിയല്ല വേണ്ടത്, മനഃശുദ്ധിയാണ്. പ്രതീക്ഷയോളം സുഖം പ്രതീക്ഷിച്ചതിൽ ഉണ്ടാകില്ല. പ്രതീക്ഷയാണ് സുഖം എന്ന് സാരം. മനുഷ്യന് 5 തരത്തിലുള്ള കോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. മതത്തിൽ കൂടി വളർന്നു മതാതീതനാകണം. മതത്തിന്റെ ജോലി മനുഷ്യനെ മതാതീതനാക്കുക എന്നതായിരിക്കണം. അസൂയ അഗ്നിയാണ്. അതെവിടെ ഉണ്ടാകുന്നുവോ അവിടം കത്തി നശിക്കും. ആശ കൊടുക്കുന്ന മതമാണ് ക്രിസ്തുമതം. എന്നാൽ ആശയപരമായി ദരിദ്രവും. വിളഞ്ഞു പാകമായാൽ അതിൽ വിജ്ഞാനമുണ്ടാകും. വളഞ്ഞു പാകമായാൽ അതിൽ വിദ്വേഷവും. ആസ്ഥാനമല്ല വേണ്ടത്, അടിസ്ഥാനമാണ്. വളഞ്ഞു നിന്നാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാം. വിളഞ്ഞു വന്നാൽ വേദവിജ്ഞാനമുണ്ടാകും. ആർത്തന് ദർശനമല്ല വേണ്ടത്, സ്പർശനമാണ്. ദൈവത്തിന് മതങ്ങളുടെ പരിരക്ഷ ആവശ്യമുണ്ടോ? ആവശ്യമില്ല എന്ന് സാരം. ആവരണവും ആചരണവും ഒന്നായാൽ നന്നായിരിക്കും. ചിത്തിനെ ചിന്തയിൽ നിന്നുണർത്തുന്ന ചെന്താമരാക്ഷന്റെ ചിത്തമാണി ഗൃഹം. ഗീത ഒരു ചിന്താമണി ഗൃഹമാണ്. ഇത്തിരിയുള്ളൊരു വടവൃക്ഷ ബീജത്തിൽ ഒത്തിരിയുള്ളൊരു വിഷം വസിപ്പതോ? ഇത്തിരിയുള്ളൊരു വടവൃക്ഷ ബീജത്തിൽ ഒത്തിരിയുള്ളൊരു വിഷം വസിപ്പതോ? അന്യന്റെ വേലിക്കകത്തും പുറത്തുമായി അടലാർന്നു ഞെങ്ങി ഞെരുങ്ങുന്ന ദർശനം. അന്യന്റെ വേലിക്കകത്തും പുറത്തുമായി അടലാർന്നു ഞെങ്ങി ഞെരുങ്ങുന്ന ദർശനം. വചസ്സിനെ സാർത്ഥകമാക്കുന്ന വപസ്സുണ്ടായാലേ ജീവിതം സാർത്ഥകമാകൂ. ആശ്രിതത്വമല്ല വേണ്ടത്, ആശ്രയത്വമാണ്. വിശദീകരണമല്ല വേണ്ടത്, വിശകലനമാണ്. വിശദീകരണം അന്യനു വേണ്ടിയുള്ളതായിരിക്കും. എന്നാൽ വിശകലനം ആത്മവന്തനം ആയിരിക്കും. അറിയാതൊഴുകുന്നത് ആത്മതത്വം, അറിവായിടുന്നതും ആത്മതത്വം. എവിടെയും ഉള്ളതും ആത്മതത്വം, എപ്പോഴും ഉള്ളതും ആത്മതത്വം. അറിയാതൊഴുകുന്നത് ആത്മതത്വം, അറിവായിടുന്നതും ആത്മതത്വം. എവിടെയും ഉള്ളതും ആത്മതത്വം, എപ്പോഴുമുള്ളതും ആത്മതത്വം. അകന്നിരിക്കുമ്പോഴുള്ള സുഖം അടുത്തിരിക്കുമ്പോഴുണ്ടാകില്ല. പഠിച്ചു ചൊല്ലുന്നത് പാമരത്വം, നിറഞ്ഞു തൂവുന്നത് പണ്ഡിതത്വം. അടുത്തിരിക്കുന്നതും ആത്മതത്വം, പുറത്തു കാണുന്നതും ആത്മതത്വം. കാലത്തിനാകുമോ കോലം കെടുത്തുവാൻ കേവല രൂപന്റെ കേമം കെടുത്തുവാൻ? കാലത്തിനാകുമോ കോലം കെടുത്തുവാൻ കേവല രൂപന്റെ കേമം കെടുത്തുവാൻ? ഏതൊരു വിചാരധാരയ്ക്ക് അടിമയായാലും ഭീകരവാദം ഉത്ഭവിക്കും. മതം ഈശ്വരനിഷ്ഠവും ഈശ്വരൻ മതാതീതനുമാണ്. മതം ഈശ്വരനിഷ്ഠവും ഈശ്വരൻ മതാതീതനുമാണ്. അടിമകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഉടമകളോട് ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴും ഉടമകളോട് വേണം സംസാരിക്കുക. വ്യക്തിയുടെ അടിമത്വത്തെക്കാൾ വിനാശകരമായിരിക്കും ഒരു വിചാരധാരയുടെ അടിമത്വം. ഈശ്വരൻ ഒരു മതത്തിലും ഒതുങ്ങുന്നവനല്ല. വിചാരധാരയുടെ അടിമയാകുകയല്ല വേണ്ടത്, അതിൻ്റെ ഉടമയാകുകയാണ് വേണ്ടത്. വിചാരധാരയുടെ
അടിമയാകുകയല്ല വേണ്ടത്, അതിൻ്റെ ഉടമയാകുകയാണ് വേണ്ടത്. ഗീത ഒരു ശാസ്ത്രമാണ്. ഗീത ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ്. ഗീത ഒരു മാനവശാസ്ത്ര ഗ്രന്ഥമാണ്. ഗീത ഒരു പ്രപഞ്ച ശാസ്ത്ര ഗ്രന്ഥമാണ്. ഗീത ഒരു ബ്രഹ്മതത്വശാസ്ത്ര ഗ്രന്ഥമാണ്. താമസഭാവങ്ങളെ തച്ച് തകർക്കുന്ന തപസ്സിൽ നിന്നുയരുന്നു ഗീതതൻ ദർശനം. താമസഭാവങ്ങളെ തച്ച് തകർക്കുന്ന തപസ്സിൽ നിന്നുയരുന്നു ഗീതതൻ ദർശനം. മതം പരിമിതവും പരിധിയുള്ളതുമാണ്. ഈശ്വരൻ അപരിമിതവും പരിധിയില്ലാത്തതുമാണ്. അപരിമിതമായ ഈശ്വരത്വത്തെ ഒരു മതത്തിനും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം മതം എന്നത് വേലിക്കെട്ടുകളുടെ കൂടാരമാണ്. അപരിമിതമായ ഈശ്വരത്വത്തെ ഒരു മതത്തിനും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം മതം എന്നത് വേലിക്കെട്ടുകളുടെ കൂടാരമാണ്. പൊളിച്ചു പണിയുവാൻ ആർക്കും കഴിയും. പൊളിക്കാതെ പണിയുന്നവനാണ് ശ്രേഷ്ഠൻ. കൊണ്ടുവരുന്നവൻ ഭോഗി, കൊടുത്തു വരുന്നവൻ യോഗി. എടുത്തു കൊടുക്കുന്നവൻ ത്യാഗി, എടുക്കാതെ കൊടുക്കുന്നവൻ യോഗി. കൊണ്ടുവരുന്നവൻ ഭോഗി, കൊടുത്തു വരുന്നവൻ യോഗി. എടുത്തു കൊടുക്കുന്നവർ ത്യാഗി, എടുക്കാതെ കൊടുക്കുന്നവർ യോഗി. അടിച്ചു മാറ്റുവാൻ അടിമ, അടിച്ചു മാറ്റുന്നവൻ അടിമ, ഉടച്ചു മാറ്റുന്നവൻ ഉടമ. തികഞ്ഞു കൊടുക്കുന്നത് തിന്മയാണ്, തികയാതെ കൊടുക്കുന്നത് നന്മയും. ക്രൈസ്തവർക്ക് കെട്ടുറപ്പുള്ള ഒരു സൈന്യമുണ്ട്. പക്ഷേ പടയ്ക്ക് പോകുവാൻ അവർക്ക് ആയുധം അവർക്കില്ല. അവർക്കുള്ളത് സംഘടന എന്ന സൈന്യമാണ്. ഭാരതീയർക്ക് ഒരിക്കലും വിഫലമാകാത്ത ആയുധമുണ്ട്. എന്നാൽ അത് പ്രയോഗിക്കുവാൻ പ്രാപ്തിയുള്ള സൈന്യമില്ല. ഒരിടത്തും തോൽക്കാത്ത ആയുധമാണ് അദ്വൈത ദർശനം. പാശ്ചാത്യരും പൗരസ്ത്യരും സമന്വയിപ്പിച്ചാൽ ലോകം രക്ഷപ്പെടും. പാശ്ചാത്യരും പൗരസ്ത്യരും സമന്വയിപ്പിച്ചാൽ ലോകം രക്ഷപ്പെടും. ഒടുങ്ങുന്നതല്ല, മടങ്ങുന്നതല്ല, വലുതാകില്ല, ചെറുതാകില്ല, പാഴാകുന്നതല്ല, അഴുകുന്നതുമല്ല നന്മ. രുചിക്കുന്നവൻ വിസ്മൃതരും രചിക്കുന്നവർ അവിസ്മരണീയരും ആയിത്തീരുന്നു. മനസ്സെന്ന മകുടം തമസിന്റെ മകുടം, സത്യത്തെ സർവദാ മൂടുന്ന മകുടം. വിദ്യതൻ ഉദ്യാനമാകുന്ന മകുടം, ഉന്മതൻ പ്രഭയിൽ പെരുകുന്ന മകുടം. മനസ്സെന്ന മകുടം തമസിന്റെ മകുടം, സത്യത്തെ സർവദാ മൂടുന്ന മകുടം. വിദ്യതൻ ഉദ്യാനമാകുന്ന മകുടം, ഉന്മതൻ പ്രഭയിൽ പെരുകുന്ന മകുടം. ആശയോടൊപ്പമായി ആശയം ചേരുകിൽ ഈശ്വരനും ആരാധ്യനായിടും ആദര. ആശയോടൊപ്പമായി ആശയം ചേരുകിൽ ഈശ്വരനും ആരാധ്യനായിടും ആദര. തുഷ്ടിപ്പെടുത്തിടും ആഹാരമാശയെ, തുഷ്ടിപ്പെടുത്തിടും ആഹാരമാശയെ, പുഷ്ടിപ്പെടുത്തിടും ആശയം ദേഹിയെ. തുഷ്ടിപ്പെടുത്തിടും ആഹാരമാശയെ, പുഷ്ടിപ്പെടുത്തിടും ആശയം ദേഹിയെ. ചിന്തയില്ലാത്തവൻ സന്താകും, സന്ധിയില്ലാത്തവൻ സ്വന്തമാക്കും. ആദർശങ്ങളോടുള്ള സന്ധിയാണ് ജീവിതം. ജീവിതത്തോടുള്ള വിരക്തിയാണ് മോക്ഷം. ആദർശങ്ങളോടുള്ള സന്ധിയാണ് ജീവിതം. ജീവിതത്തോടുള്ള വിരക്തിയാണ് മോക്ഷം. സൂക്ഷ്മമാണ് സാക്ഷി, സാക്ഷിയാണ് സത്യം, സത്യമാണ് നിത്യം, നിത്യമാണ് ബ്രഹ്മം. സൂക്ഷ്മമാണ് സാക്ഷി, സാക്ഷിയാണ് സത്യം, സത്യമാണ് നിത്യം, നിത്യമാണ് ബ്രഹ്മം. ഗീതാജ്ഞാനം വസ്തുബോധം കൊണ്ട് ജ്ഞാനമുണ്ടാകും. ധ്യാനം കൊണ്ട് മനോനാശം ഉണ്ടാകും. ത്യാഗം കൊണ്ട് വാസനാക്ഷയമുണ്ടാകും. തൻ്റെ അറിവിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നവർ കുബുദ്ധിവാദി. തൻ്റെ അറിവിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുന്നവർ കുബുദ്ധിവാദി. തൻ്റെ ബുദ്ധിക്കും പരിധിയുണ്ട് എന്നറിയുന്നവൻ യുക്തിവാദി. തൻ്റെ ബുദ്ധിക്കും പരിധിയുണ്ട് എന്നറിയുന്നവൻ യുക്തിവാദി. ശിവകുമാർ ഐത്തല.